ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് ആദ്യം അറ്റോമിക് തിയറി എന്താണെന്ന് നോക്കാം. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി 1808 ഡാൾട്ടൺ ഈ അറ്റോമിക് തിയറി പ്രൊപ്പോസ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് പോസ്റ്റുലേറ്റ്സ് ആണ് അദ്ദേഹം പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് മാറ്റർ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്, വസ്തുക്കളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിളുകൾ കൊണ്ടാണെന്നാണ്. ആ പാർട്ടിക്കിളുകളെ അദ്ദേഹം ആറ്റം എന്നാണ് പറഞ്ഞത്. So according to Dalton, matter consists of very minute particles and are called atoms. അത് അത്രയും ചെറിയ പാർട്ടിക്കിളാണ്, അതുകൊണ്ട് തന്നെ അവയെ നമുക്ക് വീണ്ടും ഒന്ന് വിഭജിക്കാൻ കഴിയില്ല എന്നാണ് ആര് പറയുന്നത്? ജോൺ ഡാൾട്ടൺ പറയുന്നത്. സോ ഹിസ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ഈസ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മാറ്റർ കൺസിസ്റ്റ് ഓഫ് ആറ്റംസ് വിച്ച് ആർ ഇൻഡിവിസിബിൾ. നമുക്ക് വിഭജിക്കാൻ കഴിയാത്ത വളരെ ചെറിയ ആറ്റങ്ങൾ കൊണ്ടാണ് എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ കോൾഡ് ആറ്റംസ്. ക്ലിയർ? രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ എന്നുള്ളതാണ്. മാറ്റർ കൺസിസ്റ്റ് ഓഫ് ആറ്റംസ് വിച്ച് ആർ ഇൻഡിവിസിബിൾ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ എലമെൻറ്റിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? നമുക്കറിയാം എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മാറ്റർ വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ആറ്റംസ്. ഒരു ടൈപ്പ് ആറ്റം മാത്രം ചേർന്ന പ്യുവർ സബ്സ്റ്റൻസുകളെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എലമെൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആറ്റങ്ങളും, എലമെൻസിൽ കുറേ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഒരു എലമെൻ്റ് ഉണ്ടാവുക. ആ ആറ്റങ്ങളെല്ലാം ഐഡൻറ്റിക്കൽ ആയിരിക്കും. അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടികളും സെയിം ആയിട്ടുള്ള ഐഡൻറ്റിക്കൽ ആറ്റങ്ങൾ ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്? എലമെൻറ്റ്സ്. സോ അക്കോർഡിംഗ് ടു ഹിം, എലമെൻറ്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഐഡൻറ്റിക്കൽ ആറ്റംസ്. ഒരു തരത്തിൽ എവിടെയും വ്യത്യാസമില്ലാത്ത, മാസിൽ വ്യത്യാസമില്ലാത്ത, അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയിലും വ്യത്യാസമില്ലാത്ത ഐഡൻറ്റിക്കൽ ആറ്റങ്ങൾ ചേർന്നാണ് എലമെൻ്റ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ആര് പറയുന്നത്? ജോൺ ഡാൾട്ടൺ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കോമ്പൗണ്ടുകളെ കുറിച്ചാണ്. എന്താണ് കോമ്പൗണ്ട്? നമുക്കറിയാമല്ലോ, വ്യത്യസ്ത ടൈപ്പ് ആറ്റങ്ങൾ ചേർന്നാണ് എന്തുണ്ടായിരിക്കുക? കോമ്പൗണ്ട് ഉണ്ടായിരിക്കുക. ഈ ആറ്റങ്ങളെല്ലാം ഒരു ഡെഫിനിറ്റ് റേഷ്യോയിൽ, ഒരു ഫിക്സ്ഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോമ്പൗണ്ട്സ് കിട്ടുന്നത്. സോ അക്കോർഡിംഗ് ടു ഹിം, compounds are made up of different type atoms which are combined together in a definite ratio. നമുക്കറിയാം കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ അറിയാലോ, H2O എപ്പോഴും എന്തായിരിക്കും? 2:1 റേഷ്യോയിലാണ് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുക. അതാണ് പറഞ്ഞത്, വ്യത്യസ്ത തരം ഹൈഡ്രജനും ഓക്സിജനും വ്യത്യസ്ത തരം ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നു. എങ്ങനെ? ഒരു ഡെഫിനിറ്റ് റേഷ്യോയിൽ. ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണെങ്കിൽ കാർബണും ഓക്സിജനും 1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുന്നു. ക്ലിയർ? ഇങ്ങനെ ഏത് കോമ്പൗണ്ട് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ വ്യത്യസ്ത തരം ആറ്റങ്ങൾ കാണും. അതൊരു ഡെഫിനിറ്റ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ടാകും. ഇതാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ്? കോമ്പൗണ്ട്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആറ്റംസ് വിച്ച് ആർ കമ്പൈൻഡ് ടുഗദർ ഇൻ എ ഡെഫിനിറ്റ് റേഷ്യോ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കോമ്പൗണ്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിൽ ആറ്റങ്ങൾ നിർമ്മിക്കപ്പെടുകയോ പുതുതായിട്ട് നിർമ്മിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന ആറ്റങ്ങൾ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുകയില്ല. ക്ലിയർ? ഇൻ എ കെമിക്കൽ റിയാക്ഷൻസ് ആറ്റംസ് ആർ നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറുന്നല്ലാതെ ആറ്റങ്ങൾ പുതുതായി നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഉള്ള ആറ്റങ്ങൾ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. സോ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആറ്റംസ് ആർ നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാമാണ് നമ്മൾ ചേർത്തിട്ട് പറയുന്നത് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്നുകൂടി പറയാം. മാറ്റർ കൺസിസ്റ്റ് ഓഫ്
ആറ്റംസ് വിച്ച് ആർ ഇൻഡിവിസിബിൾ. ക്ലിയർ? പിന്നെ പറയുന്നത് എലമെൻറ്റുകളെ കുറിച്ചാണ്. എലമെൻറ്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഐഡൻറ്റിക്കൽ ആറ്റംസ്. ദെൻ പിന്നെന്താ പറയുന്നത്? കോമ്പൗണ്ടുകളെ കുറിച്ച്. എന്താ കോമ്പൗണ്ടുകളുടെ പ്രത്യേകത? കോമ്പൗണ്ട്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ആറ്റംസ് വിച്ച് ആർ കമ്പൈൻഡ് ഇൻ എ ഡെഫിനിറ്റ് റേഷ്യോ. ദെൻ ലാസ്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴുള്ള ആറ്റത്തിൻ്റെ സ്വഭാവത്തിനെ കുറിച്ചാണ് പറയുന്നത്. കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാലും ആറ്റങ്ങൾ പുതുതായി നിർമ്മിക്കപ്പെടുകയോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഇനി കെമിക്കൽ റിയാക്ഷൻസ് ആറ്റംസ് ആർ നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണെന്ത്? ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. പക്ഷേ പിന്നീട് ഇത് 1808 അദ്ദേഹം കണ്ടുപിടിച്ച, അദ്ദേഹം മനസ്സിലാക്കിയ, അദ്ദേഹം പ്രവചിച്ച കാര്യങ്ങളാണ്. പക്ഷെ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ആറ്റത്തിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്നും ആറ്റത്തിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട് എന്നൊക്കെ നമ്മൾ പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഡാൾട്ടൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പിൽക്കാലത്ത് തെറ്റാണെന്ന് തെളിയിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം പറഞ്ഞത് ആറ്റത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷേ നമുക്കറിയാം ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിലെ ഒരു റോങ് പോസ്റ്റുലേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ എന്ന് അദ്ദേഹം പറഞ്ഞത്. അതൊരു റോങ് പോസ്റ്റുലേറ്റ് ആണ്. പിന്നീട് റോങ് ആണെന്ന് തെളിയിക്കപ്പെട്ട ഒരു പോസ്റ്റുലേറ്റ് ആണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു എലമെൻസിലുള്ള ആറ്റങ്ങൾ ഐഡൻറ്റിക്കൽ ആറ്റമാണെന്ന്. ഐഡൻറ്റിക്കൽ ആറ്റം ചേർന്നിട്ടാണ് എലമെൻറ്റ്സ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഐഡൻറ്റിക്കൽ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവും പാടില്ല. പക്ഷേ നമുക്കറിയാം ഐസോട്ടോപ്പുകളുണ്ട്. അതായത് സെയിം അറ്റോമിക് നമ്പറാണ്, പക്ഷേ ഡിഫറെൻറ്റ് മാസ് നമ്പറുള്ള എലമെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാർബണിൻ്റെ തന്നെ കേസ് എടുത്താൽ കാർബൺ അറ്റോമിക് മാസ് 12 ഉള്ള കാർബൺ ഉണ്ട്, അറ്റോമിക് മാസ് 13 ഉള്ള കാർബൺ ഉണ്ട്, കാർബൺ 13 ഉണ്ട്. അറ്റോമിക് മാസ് അല്ല, അതിൻ്റെ മാസ് നമ്പർ 13 ആയിട്ടുള്ള കാർബൺ ഉണ്ട്. അപ്പോൾ ഇവയുടെ മാസുകൾ തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. കാർബൺ തന്നെയല്ലേ രണ്ടും, അല്ലേ? പക്ഷെ ഐഡൻറ്റിക്കലാണോ? അല്ല. അപ്പോൾ എലമെൻറ്റുകൾ ഐഡൻറ്റിക്കൽ ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിൽക്കാലത്ത് ഐസോട്ടോപ്പുകളൊക്കെ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണെന്ന് തെളിയിക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഡാൾട്ടൺസ് അറ്റോമിക് തിയറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ മക്കളെ, അടുത്ത നമുക്കിനി അറ്റോമിക് മാസ് എന്താണെന്ന് നോക്കാം. പേര് കാണുന്നത് പോലെ തന്നെ ആറ്റത്തിൻ്റെ മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി മാസ് ഓഫ് എ ആറ്റം. നമുക്കറിയാം ആറ്റംസ് ആർ വെരി മൈന്യൂട്ട് പാർട്ടിക്കിൾ. വളരെ ചെറിയ പാർട്ടിക്കിളുകളാണ് ആറ്റങ്ങൾ, അല്ലേ? അതുകൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ 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 ചെറിയ വാല്യൂ ആയിരിക്കും, ചെറിയൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു പെന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ചോക്ക് കൊണ്ടോ ഒരു മാർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ കോടിക്കണക്കിന് ആറ്റങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചെറിയ പാർട്ടിക്കിളുകളാണെന്ന്. അപ്പം അത്രയും ചെറിയ പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഗ്രാമിലൊക്കെ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആറ്റങ്ങളുടെ മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വേറെ ഒരു യൂണിറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്യുക. അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് പറയുക. ഗ്രാമിലൊന്നും എക്സ്പ്രസ് ചെയ്യാതെ നമ്മളതിന് പകരം അറ്റോമിക് മാസ് യൂണിറ്റിലാണ് ആറ്റങ്ങളുടെ മാസ് എക്സ്പ്രസ് ചെയ്യുക. അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ യൂണിഫൈഡ് മാസ് എന്ന് പറഞ്ഞിട്ട് യു കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. രണ്ട് സെയിം ആണ്. ഒന്നുകിൽ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ് എന്ന് പറയും. ഇങ്ങനെയാണ്, ഇതിലാണ് നമ്മൾ ആറ്റങ്ങളുടെ മാസ് എക്സ്പ്രസ് ചെയ്യുക. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളതിനെ ഗ്രാമിലേക്ക് നോക്കുവാണെങ്കിൽ 1.66056 ഇൻറ്റു 10⁻⁻24 ഗ്രാം ആണ് ഒരു AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ നോക്കി എന്ത് ചെറിയ വാല്യൂ ആണ്. 10⁻, നമ്മൾ സയൻറ്റിഫിക് നോട്ടേഷനിലും പഠിച്ചിട്ടുണ്ട്. 10⁻24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചെറിയ വാല്യൂ ആണ്. 0.0000 അങ്ങനെ 23 0 വന്നിട്ട് 1 വരുള്ളൂ. ക്ലിയർ? അപ്പോൾ അത്രയും ചെറിയ ഗ്രാമാണ് ഒരു AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ? അപ്പോൾ നമ്മളൊരു 1 AMUവിന് ഡെഫിനേഷൻ 1 അറ്റോമിക് മാസ് യൂണിറ്റിന് ഡെഫിനേഷൻ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മൾ കാർബൺ 12 ഐസോട്ടോപ്പ് ഇല്ലേ, കാർബൺ 12 ഐസോട്ടോപ്പ്, ആ ആറ്റത്തിൻ്റെ മാസിനെ കറക്റ്റ് 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുക
കറക്റ്റ് 1 AMU ആണ്. കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ മാസിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? കറക്റ്റ് 1 AMU ആയിരിക്കും, അതായത് ഇത്രയും ഗ്രാം. ക്ലിയർ അല്ലേ? അതിനല്ലേ നമ്മൾ 1 AMU എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ 12 ഐസോട്ടോപ്പ് ആ ഒരു ആറ്റത്തിൻ്റെ മാസിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 AMU കിട്ടുന്നു. അതുകൊണ്ട് നമ്മൾ 1 അറ്റോമിക് മാസ് യൂണിറ്റിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് 1/12 ദി മാസ് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ മാസിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് 1 AMU. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഡെഫിനിഷൻ കൊടുക്കുക. ഇറ്റ് ഈസ് 1/12 ദി മാസ് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ ഗ്രാമിൽ പറയുകയാണെങ്കിൽ എത്രയാടാ? 1.66056 ഇൻറ്റു 10⁻⁻24 ഗ്രാം. ഇത്രയും ഒരു മൈന്യൂട്ട് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 AMU എന്ന് പറയുന്നത്. ഈ അറ്റോമിക് മാസ് യൂണിറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ആറ്റങ്ങളുടെ മാസ് എക്സ്പ്രസ് ചെയ്യുക. അറ്റോമിക് മാസ് യൂണിറ്റിനെ നമ്മൾ എന്തും കൂടി പറയാറുണ്ട്? യൂണിഫൈഡ് മാസ് U എന്ന് പറഞ്ഞിട്ടും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു ആറ്റത്തിൻ്റെ മാസിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അറ്റോമിക് മാസ് എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് അറ്റോമിക് മാസ് യൂണിറ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് മോളിക്കുലാർ മാസ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മോളിക്കുലാർ മാസ് നോക്കാം. മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം H2O മോളിക്യൂൾ നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ O2 മോളിക്യൂൾ എടുക്കുന്നു, അല്ലെങ്കിൽ CO2ൻ്റെ ഒരു മോളിക്യൂൾ എടുക്കുന്നു. ഇങ്ങനെ ഒരു മോളിക്യൂളിൻ്റെ മാസിനെയാണ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ മോളിക്യൂളിൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തുണ്ടാവും? ആറ്റങ്ങൾ ചേർന്നിട്ടല്ലേ മോളിക്യൂളുകൾ ഉണ്ടാവുക. അപ്പോൾ ഒരു മോളിക്യൂളിലെ ആറ്റങ്ങളുടെ മാസിൻ്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി മാസ് ഓഫ് എ മോളിക്യൂൾ and we can find out it by combining the atomic masses of the elements present in that molecule. ഒരു മോളിക്യൂളിലെ ആറ്റങ്ങളുടെ മാസിൻ്റെ തുകയെയാണ് ആ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ H2O മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് പ്ലസ് ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? H2Oൻ്റെ മോളിക്കുലാർ മാസ്. O2ൻ്റെ മോളിക്കുലാർ മാസോ 2 ഓക്സിജൻ ആറ്റങ്ങളുടെ മാസിൻ്റെ തുകയാണ് O2ൻ്റെ മോളിക്കുലാർ മാസ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി സം ഓഫ് അറ്റോമിക് മാസസ് ഓഫ് ദി എലമെന്റ്സ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ ദാറ്റ് മോളിക്യൂൾ. ഒരു മോളിക്യൂളിലെ ആറ്റങ്ങളുടെ അറ്റോമിക് മാസിൻ്റെ സമ്മിനെയാണ് നമ്മളതിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ക്ലിയർ? മോളിക്കുലാർ മാസ് നമ്മൾ യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി നമുക്ക് ഇപ്പോൾ CH4 മോളിക്യൂളിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം എന്ന് വെച്ചോ. അതിനകത്തൊരു കാർബൺ ഉണ്ട്, 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? കാർബണിൻ്റെ മാസ് പ്ലസ് 4 ഹൈഡ്രജൻ ആറ്റങ്ങളുടെ മാസ്, അറ്റോമിക് മാസ്. ഇത് കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? CH4ൻ്റെ മോളിക്കുലാർ മാസ് കിട്ടുക. കാർബണിൻ്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട് 12.01 U ആണ്. U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിൻ്റെ യൂണിറ്റ് യൂണിഫൈഡ് മാസ് എന്ന് കാണിക്കുന്ന യൂണിറ്റ്. ഓക്കെ. നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് 1.008 യൂണിഫൈഡ് മാസാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ CH4ൻ്റെ മാസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? മോളിക്കുലാർ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? CH4ൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് പ്ലസ് 4 ഹൈഡ്രജൻ ആറ്റങ്ങളുടെ അറ്റോമിക് മാസ്. അതെത്രയാ? 4 × 1.008. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 4 ഉള്ളതുകൊണ്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതായിരിക്കും, ഇത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും CH4ൻ്റെ മോളിക്കുലാർ മാസ്. ഓക്കെ. അപ്പോൾ 12.01 പ്ലസ് എത്രയാണ് വരിക? അപ്പോൾ 16.042. ഓക്കെ. അപ്പം ഇതാണ് എന്ത് വരുന്നത്?
നമ്മുടെ CH4-ന്റെ മോളിക്കുലാർ മാസ് വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് മോൾ എന്താണെന്നുള്ളതാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കെമിസ്ട്രിയിലുടനീളം നമുക്ക് ആവശ്യമുള്ളതാണ് മോൾ. എന്താണ് മോൾ? മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റങ്ങളുടെ എണ്ണത്തെ നമ്മൾ സാധാരണ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് മോൾ. ഈ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എണ്ണ ഒരു 12 എണ്ണത്തിനെല്ലാം ഒരുമിച്ച് പറയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒറ്റ രീതിയിൽ പറയാൻ വേണ്ടി നമ്മൾ ഒരു ഡസൻ എന്ന് പറയില്ലേ? 12 എണ്ണം സബ്സ്റ്റൻസിൻ്റെ ഒരു സെറ്റിനെ നമ്മൾ എന്താ പറയുക? ഒരു ഡസൻ. അപ്പോൾ ഒരു ഡസൻ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് അന്നേരം മനസ്സിലാവും അത് എത്ര എണ്ണമാണ്? 12 എണ്ണമാണ്. അതേപോലെ ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര എണ്ണാണെന്നറിയോ? 6.022 ഇൻറ്റു 10⁻23 എണ്ണം. ഇത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് 1 മോൾ. 1 ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 എണ്ണമാണ്. അതേപോലെ 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണമാണ്? 6.022 ഇൻറ്റു 10⁻23. അതായത് വലിയൊരു നമ്പറാണ്. 10⁻23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കഴിഞ്ഞിട്ട് പിന്നെ എത്ര സീറോസ് വരും? 23 എണ്ണം സീറോസ് വരും. അതായത് 6022 മൂന്നെണ്ണം കഴിഞ്ഞു. ഇനി 20 സീറോസ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ വരും. 20 സീറോസ് വരും. അത്രയും വലിയ എണ്ണം പാർട്ടിക്കിളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് മോൾ. ഇപ്പോൾ ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണത്തിനെ പറയുന്നതാണ്? 6.022 ഇൻറ്റു 10⁻23 എണ്ണം പാർട്ടിക്കിളുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് 1 മോൾ. ക്ലിയർ ആയില്ലേ? ഇതിന് നമ്മൾ അവഗാഡ്രോ കോൺസ്റ്റന്റ് എന്ന് പറയും. ഈ വാല്യൂവിനെ നമ്മൾ എന്താണ് വിളിക്കുക? 6.022 ഇൻറ്റു 10⁻23. ഈ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്നത് അവഗാഡ്രോ കോൺസ്റ്റന്റ് എന്നാണ്. 1 മോൾ ആണ്. 1 മോൾ മീൻസ് ഇത്രയും എണ്ണം പാർട്ടിക്കിളുകൾ. അപ്പോൾ ആറ്റങ്ങളുടെയൊക്കെ കേസിൽ പറയുകയാണ്, നമ്മളിപ്പോൾ ഈ ഒരു പോയിന്റ് എടുത്താൽ തന്നെ ഇതിൻ്റെ അകത്ത് കോടിക്കണക്കിന് പാർട്ടിക്കിളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ യൂണിറ്റ് ആണെന്ത്? മോൾ. അപ്പോൾ ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. ഇനി ഇത്രയും മോൾ ആറ്റത്തിൻ്റെ മാസിനെ 1 മോൾ ആറ്റം നമ്മൾ എടുത്തു. അതായത് എത്ര എണ്ണം എടുത്തു? 6.022 ഇൻറ്റു 10⁻23 എണ്ണം ആറ്റം എടുത്ത് അതിൻ്റെ മാസ് നമ്മൾ അളന്നാൽ നമ്മൾ ആ മാസിനെ വിളിക്കുന്ന പേര് മോളാർ മാസ് എന്നാണ്. 1 മോൾ ആറ്റത്തിൻ്റെ മാസാണ് ആറ്റത്തിൻ്റെ മോളാർ മാസ്. 1 മോൾ മോളിക്യൂള് നമ്മൾ എടുത്തു. O2 മോളിക്യൂളോ CO2 മോളിക്യൂളോ H2O മോളിക്യൂളോ അങ്ങനെ 1 മോൾ മോളിക്യൂൾ നമ്മൾ എടുത്തു. അതിൻ്റെ മാസിനെ നമ്മൾ എന്താ പറയുക? മോളിക്യൂളിൻ്റെ മോളാർ മാസ് എന്നാണ്. 1 മോൾ സബ്സ്റ്റൻസിൻ്റെ മാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോളാർ മാസ്. 1 മോൾ ആറ്റത്തിൻ്റെ മാസ് ആറ്റത്തിൻ്റെ മോളാർ മാസ്. 1 മോൾ മോളിക്യൂളിൻ്റെ മാസ് ആറ്റത്തിൻ്റെ ആ മോളിക്യൂളിൻ്റെ മോളാർ മാസ്. അങ്ങനെയാണ് പറയുക. മോളാർ മാസ്. 1 മോൾ മോളാർ മാസ് എന്ന് കണ്ടാൽ തന്നെ ഓർക്കണം 1 മോൾ സബ്സ്റ്റൻസിൻ്റെ മാസാണത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി 1 മോൾ ആറ്റത്തിൻ്റെ മാസ് നമ്മൾ അളന്നാൽ നമ്മളതിനെ മോളാർ മാസ് എന്നല്ലേടാ പറയുക. അത് എപ്പോഴും അതിനെ നമ്മൾ വിളിക്കുന്ന, ഇപ്പോൾ ആറ്റത്തിൻ്റെ മാസാണെങ്കിൽ ആറ്റത്തിൻ്റെ മോളാർ മാസിനെ നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്നും കൂടി പറയും. ഇതാണ് ഗ്രാം അറ്റോമിക് മാസ്. അതായത് ഈ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? വാല്യൂ നമുക്കറിയാലോ. അതിൽ ഗ്രാം ഇടുക. ഗ്രാം അറ്റോമിക് മാസിന് തുല്യമായിരിക്കും എപ്പോഴും ആറ്റത്തിൻ്റെ മോളാർ മാസ്. ഒരു മോളിക്യൂളിൻ്റെ മോളാർ മാസോ ഗ്രാം മോളിക്കുലാർ മാസിന് തുല്യമായിരിക്കും. ഗ്രാം മോളിക്കുലാർ മാസിന് തുല്യമായിരിക്കും എന്ത്? അതിൻ്റെ മോളാർ മാസ്. അതായത് മോളിക്യൂളിൻ്റെ മോളിക്കുലാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയില്ലേ? അത് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ യൂണിറ്റ് എന്ത് കൊടുക്കുക? ഗ്രാം കൊടുക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാം മോളിക്കുലാർ മാസ്. അത് ഏതിന് തുല്യമായിരിക്കും? അതിൻ്റെ മോളാർ മാസിന് തുല്യമായിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാർബൺ ആറ്റത്തിൻ്റെ മോളാർ മാസ്
കണ്ടുപിടിക്കണം. കാർബൺ ആറ്റത്തിന്റെ മോളാർ മാസ് എത്രയായിരിക്കും? നമുക്കൊരു കാർബൺ ആറ്റത്തിന്റെ മാസ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. എത്രയായിരുന്നു? 12.01 U ആയിരുന്നു ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ്. അപ്പോൾ കാർബൺ ആറ്റത്തിന്റെ മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 12.01 ഗ്രാം ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് ഇതിന്റെ മോളാർ മാസ്. കാർബൺ ആറ്റത്തിന്റെ മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 12.01 ഗ്രാം. ഇനി O2 മോളിക്യൂളിന്റെ മോളാർ മാസ് എന്ന് പറഞ്ഞാലോ, O2ന്റെ മോളിക്കുലാർ മാസ് നമുക്കറിയാലോ. എത്രയാ? ഒരു ഓക്സിജന്റെ 16, 2 ഓക്സിജൻ വരുമ്പോൾ 32. 16 ഇതിന്റെ ഒരു ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 യൂണിഫൈഡ് മാസ് ആണ്. അപ്പോൾ 2 ഓക്സിജൻ വരുമ്പോൾ എത്രയായി? 32 ആയി. അപ്പോൾ 32 യൂണിഫൈഡ് മാസ് ആണ് O2ന്റെ മോളിക്കുലാർ മാസ്. മോളാർ മാസ് ആകുമ്പോൾ അതെന്താവും? 32 ഗ്രാം ആകും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇതാണ് ഇതിന്റെ മോളാർ മാസ്. അതായത് അറ്റോമിക് മാസ് നമുക്കറിയില്ലേ. അറ്റോമിക് മാസിന് ഗ്രാം ഇട്ട് കൊടുത്താൽ എന്തായി? അതിന്റെ മോളാർ മാസായി. മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ നമുക്കറിയില്ലേ. ആ മോളിക്കുലാർ മാസിൻ്റെ കൂടെ ഗ്രാം യൂണിറ്റ് ഇട്ട് കൊടുത്താൽ അതെന്തായി? അതിന്റെ മോളാർ മാസായി. ക്ലിയർ? അപ്പോൾ ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ എണ്ണത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് 1 മോൾ. അത് എത്ര എണ്ണം? 6.022 × 10⁻23 എണ്ണം പാർട്ടിക്കിൾ. ഇത്രയും എണ്ണം പാർട്ടിക്കിളിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് 1 മോൾ. ഈ 1 മോൾ ആറ്റം എടുത്ത് നമ്മളതിനെ മാസ് അളന്നാൽ നമ്മളതിനെ എന്താ വേണം വിളിക്കുക? മോളാർ മാസ്. അത് ഏതിന് തുല്യമായിരിക്കും? അതിൻ്റെ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് ഗ്രാമിൽ ഇട്ട് കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. ഇനി മോളിക്യൂൾ, ഒരു മോൾ മോളിക്യൂൾ എടുത്തു നമ്മളതിൻ്റെ മാസ് അളന്നാൽ നമ്മളതിന് എന്താ പറയുക? മോളാർ മാസ്. ആ മോളാർ മാസ് ഏതിന് തുല്യമായിരിക്കും? മോളിക്യൂൾ അല്ലേ. അതിൻ്റെ മോളിക്കുലാർ മാസ് ഗ്രാമിൽ ഇടുന്നതിന് തുല്യമായിരിക്കും. ക്ലിയർ ആയില്ലേ മക്കളെ? ഇത്രയേ ഉള്ളൂ മോളും മോളാർ മാസും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.